നല്ല കുഞ്ഞുള്ളി വറുത്തിട്ട ഒരു കോഴിക്കറി ആയാലോ? അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ കണ്ടു നോക്കുക. ചപ്പാത്തിക്കും നെയ്ച്ചോറിനും പറ്റിയ ഒരു കുഞ്ഞുള്ളി ചിക്കൻ കറി നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 ടീസ്പൂൺ ഓയിൽ ഒരു പാത്രത്തിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ടു. എന്നിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് സാധനങ്ങൾ ഫ്രൈ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ ആവുന്നവരെ നമുക്കതിനെ ഒന്ന് ആ നെയ്യിലും വെളിച്ചെണ്ണയിലും ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചെറിയ ഉള്ളികൾ ഇട്ട് കൊടുക്കണം. അതിനെ രണ്ടിനെയും നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റണം. അതിന് ലാസ്റ്റ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല മുരുമുര കടിക്കുന്ന തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടെ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ചിക്കൻ കറിക്ക് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ചെറിയ ഉള്ളിയും ഇപ്പോൾ തേങ്ങാക്കൊത്ത് ഏകദേശം ഒരു ബ്രൗൺ ആയിട്ടുണ്ട്. ചെറിയ ഉള്ളിയും ഒരു ലൈറ്റ് ബ്രൗൺ ഒന്ന് മൂന്ന് ദിവസം ഒന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കിതിനെ അടുപ്പത്തൊന്നൊന്ന് മാറ്റാം. ഈ നെയ്യിലും ഓയിലും വറുത്തതിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ ഫ്ലേവറൊക്കെ ഈ ഓയിലിൽ കിട്ടും. നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് പിന്നെ കറി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വറുത്ത തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടെ കണ്ടോ നല്ല ബ്രൗൺ ആയിട്ടുണ്ട് കണ്ടോ. ഇതിനെ നമുക്ക് ഇവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിടാൻ പോവുകയാണ്. ഇതിനെ ഫുൾ മാറ്റിയിട്ട് വേണം നമുക്കിനി ബാക്കി സവോളയൊക്കെ മൂപ്പിച്ചെടുക്കാനായിട്ട്. ആ ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും വറുത്തതൊക്കെ മാറ്റി അതിനകത്തോട്ട് നമുക്കത് 2-3 ബേ ലീഫ്, 2 കഷ്ണം കറുവാപ്പട്ട, ഒരു അനിസീഡ്, നമ്മുടെ സ്റ്റാർ അനിസീഡ്, അതൊന്ന് വാടി വരണം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഓയിലിലും എല്ലാം. ഓൾറെഡി നമുക്ക് ആ തേങ്ങാക്കൊത്തിൻ്റെ ഫ്ലേവറും ചെറിയ ഉള്ളിയുടെ ഫ്ലേവറും ഈ ഓയിലുണ്ട്. ഒന്ന് അതെല്ലാം മൂത്ത് വരുന്നുണ്ട്. അതിനകത്തോട്ട് സവാള, ഒരു 2 വലിയ സവാള ചെറുതായിട്ട് മൂപ്പിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ബ്രൗൺ ആവുന്നവരെ അതിനെ വഴറ്റിയെടുക്കണം. അപ്പോൾ ആ ഹോൾ ഗരം മസാലയും സവോളയും എല്ലാം കൂടെ നല്ല മുരിഞ്ഞ് വരുമ്പോൾ എന്തായിരിക്കും എന്ന് അറിയാം, കറിക്ക് ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റും കിട്ടും. ഇതൊന്ന് മൂത്ത് വരണം. അപ്പോൾ സവോളയൊക്കെ മൂത്ത് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഒരു മൂത്തിട്ടേ ഉള്ളൂ. ഒന്നും കൂടെ ഒന്ന് ബ്രൗൺ ആവണം എണ്ണയിൽ കിടന്ന്. അപ്പോൾ കറിവേപ്പിലയും അതിനകത്ത് കിടന്ന് മൂത്ത് കിട്ടിക്കോളും. അപ്പോൾ സവാളയൊക്കെ കണ്ടോ നല്ല ചുമന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഈ എണ്ണയിലും സവാളയിലും കിടന്ന് ഒന്ന് മൂത്ത് നല്ല മുരിഞ്ഞ് വരണം. ഇനിയിപ്പോൾ നമുക്ക് തീ ഒന്ന് മീഡിയം ആക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അരപ്പൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും തീ മീഡിയത്തിലിട്ട് അരപ്പ് വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് മീഡിയം തീയിലിട്ടിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനെ നന്നായിട്ട് മൂപ്പിച്ച് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ പെരുംജീരകവും പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടെ പൊടിച്ചത് 1 ടീസ്പൂൺ ഗരം മസാല. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കതിനെ മീഡിയം തീയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണ തെളിയുന്നവരെ ഇതിനെ വഴറ്റിയെടുക്കാം. കുറച്ച് സമയം എടുക്കും, ഒരു 5 മിനിറ്റ്സ് എടുക്കും. ഞാൻ തീ കുറച്ചിട്ടേക്കുന്നതുകൊണ്ട്. പക്ഷെ അപ്പോഴാണ് അത് ഒട്ടും കരിഞ്ഞ് പോകാതെ നല്ല കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്കത് വഴന്ന് വരുമ്പോൾ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ഒരു 1-1.5 ടീസ്പൂൺ ഉപ്പ് വേണ്ടി വരും. അത് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്ലിറ്റ് ചെയ്ത പച്ചമുളകും കൂടെ, കീറിയ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിനെ നന്നായിട്ട് യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വഴന്ന് കണ്ടെങ്കിൽ ഉരുണ്ട് വരുന്നുണ്ട്. നമുക്ക് മനസ്സിലാവും അരപ്പൊക്കെ വഴന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കോഴി കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് കോഴി കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിനകത്ത് കിടന്ന് അതൊന്ന് ഫ്രൈ ആയി കിട്ടണം കോഴി കഷ്ണങ്ങൾ. ഇപ്പോൾ ഞാനൊരു ഫുൾ കോഴി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസായിട്ട് മുറിച്ചെടുത്ത് ഒരു ഫുൾ കോഴി ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കതിനെ ഇളക്കി ഒരു 5 മിനിറ്റ് നമുക്ക് അതിനെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലാണ് ആ കോഴിയിൽ അരപ്പൊക്കെ ഒന്ന് പറ്റിയിട്ട് വേണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ കോഴി കഷ്ണങ്ങളും അതിനകത്ത് ഇട്ടു. അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 5 മിനിറ്റ് നമുക്കിതിനെ ഇതിനകത്ത് കിടന്നൊന്ന് ഫ്രൈ ആയി കിട്ടട്ടെ.
എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മുടെ കോഴിക്കഷ്ണമൊക്കെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. മസാല കിടന്ന് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് തീ നന്നായിട്ട് കൂട്ടണം. തീ നന്നായിട്ട് കൂട്ടിയിട്ട് നമുക്കിതിനെ മൂടി വെച്ച് തിളച്ച് കഴിയുമ്പം തീ ഒന്ന് മീഡിയം ആക്കിയിട്ട് ഒരു 15 മിനിറ്റ് ഇതിനെ കുക്ക് ചെയ്ത് എടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഒന്ന് റെഡിയായോ എന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 15 മിനിറ്റ്സും കൂടെ, ഒരു 5 മിനിറ്റ്സും കൂടെ എടുക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ചിക്കൻ പീസസൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ നല്ല കുഞ്ഞുള്ളി ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അടുപ്പത്ത്. അപ്പോൾ ഇതിനെ മൂടി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ്സും കൂടെ കുക്ക് ചെയ്ത് മാറ്റും. അപ്പോൾ ചിക്കൻ കറി ഇപ്പോൾ ഓൾമോസ്റ്റ് കണ്ടോ നന്നായിട്ട് ആ അരപ്പിലൊക്കെ പെരണ്ട് ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം കണ്ടോ, നല്ല ചിക്കൻ കറി. ഇത് നല്ല ചപ്പാത്തിക്കും ഇടിയപ്പത്തിനൊക്കെ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. നല്ല കുഞ്ഞുള്ളിയൊക്കെ ഇതിനകത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടും. ഇപ്പോൾ ഗ്രേവി ഓൾമോസ്റ്റ് തിക്കായിട്ടുണ്ട്. ഇനി ഇരുന്ന് തന്നെ ഇതൊന്ന് കുറുകും. നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നറിയോ? ഇനി ഇതിനെ യോജിപ്പിക്കുക. ഇതെല്ലാം കൂടെ കിടന്ന് ഒരു 2 മിനിറ്റ്സും കൂടെ ഒന്ന് കുക്കാവട്ടെ. അപ്പോൾ ആ ചെറിയ ഉള്ളിയിലും ഒക്കെ ഇതിൻ്റെ അരപ്പൊക്കെ പിടിച്ചോളും കോഴിക്കറിയുടെ. പിന്നെ ഞാനിനി ഒന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ്സും കൂടെ കുക്ക് ചെയ്തെടുക്കാൻ പോവാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി, കുഞ്ഞുള്ളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അതിനൊന്ന് ഇളക്കി നോക്കുകയാണ്. കണ്ടോ, അപ്പോൾ എല്ലാം കുക്കായിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് കുക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഈവൻ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ പോകും. കുറച്ചിങ്ങനെ ഡ്രൈ ആക്കി വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് അതിന് നല്ല കരണ്ടിരിക്കുന്ന വിധത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. 2 തരത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അത് നിങ്ങൾ ഇഷ്ടം പോലെ. ഗ്രേവി വേണമെങ്കിൽ ഇപ്പോൾ ഈ പരുവത്തിൽ ഓഫ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വരട്ടിയെടുക്കണമെങ്കിൽ ആ പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. കുറച്ച് നേരം കൂടി ഇരുന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ ഒരുമാതിരി ചാറൊക്കെ വറ്റി നല്ല കരണ്ട് പൊതിഞ്ഞിരിക്കുന്ന പരുവത്തിൽ നമുക്ക് ഇതിനെ എടുക്കാം.